ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ദിവസം നല്ല അടിപൊളിയായിട്ട് പോയി എന്നും വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ട്രോൾ വീഡിയോ ആണ്. I'm guessing it's a troll video because it's a troll channel. ചാനലിൻ്റെ പേര് ലാലോ ട്രോൾസ് എന്നാണ്. It came out 4 months ago. It was 606k views, so I'm hoping it to be a good one. അതിൻ്റെ ടൈറ്റിൽ കുറച്ച് ക്യാച്ചിയാണ്. ഫെമിനിസ്റ്റുകളെ ഇരുത്തി മൂഞ്ചിച്ചു. ആൻഡ് I don't know what it is, so let's watch it. It's a lengthy video ആണ്. അത് ഞാൻ അധികം വള പറയുന്നില്ല. And play. ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ലോകത്ത് വോട്ടവകാശം മുതൽ സ്ത്രീകൾ പൊരുതി തന്നെയാണ് നേടിയത്. This is my explanation. When I took my mic, you started to interrupt me. ഇവര് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന്റെ ജനശ്രദ്ധ പിടിച്ചു വരുന്നതിന് വേണ്ടി കുറെ കോപ്രായമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഇവര്. വേറെ ഒന്നുമല്ലേ. കമ്മീഷൻ വരണം, അതിന് കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കുന്ന ഒരാൾ പോലും ഒരു ട്രാൻസ്ജെൻഡർ കമ്മീഷൻ വേണമെന്നോ ഗ്രഹിണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിന് 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. അഡ്വക്കേറ്റ് ബിന്ദുമണി, കേരളം കുറെ അധികം മുന്നോട്ട് പോയിട്ടുണ്ട് പല കാര്യങ്ങളിലും. എന്നാലും ഈ സ്ത്രീകളുടെ അവകാശം അല്ലെങ്കിൽ സ്ത്രീപക്ഷം പറയുമ്പോൾ അതിനിപ്പോഴും ഒരു പൂർണ്ണമായ അംഗീകാരം പലയിടങ്ങളിലും കിട്ടുന്നില്ല എന്നല്ലോ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ മുന്നേറ്റക്കാർ അങ്ങനെ പറയുന്നുണ്ട്. ആ ചോദ്യത്തോട് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്. സ്ത്രീകൾ മാത്രമല്ല പറയുന്നത്, പുരുഷന്മാരും അതെ, തുല്യനീതിയിൽ വിശ്വസിക്കുന്ന മനുഷ്യരെല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മുമ്പിലിരിക്കുന്ന ഈ പുരുഷന്മാരായ പുരുഷപക്ഷപാതികളായ ആളുകൾക്ക് മീശ വെക്കാൻ പോലുമുള്ള അവകാശം പോലും ഇവിടെ നമ്മൾ പൊരുതി നേടിയെടുത്തതാ. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികള് നമുക്ക് വളരെ പ്രതീക്ഷയാണ്. പഴയ തലമുറയിൽപ്പെട്ട ആളുകളിലും വളരെ പ്രതീക്ഷയാണ്. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള ചരിത്രബോധമില്ലാത്ത ഞങ്ങൾ പുരുഷന്മാരുടെ താഴെ ജീവിച്ചോളാം, അവരുടെ സംരക്ഷണയിൽ ജീവിച്ചോളാം, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങളുടെ ശരീരം ഇംപ്യൂർ ആണ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട, ഞങ്ങൾ ഇങ്ങനെയൊക്കെ, ഞങ്ങൾക്ക് പ്രോപ്പർട്ടി റൈറ്റ് വേണ്ട, റീപ്രൊഡക്റ്റീവ് റൈറ്റ് വേണ്ട. ലൈഫ് സ്പാൻ ഒരു 5 വർഷം പുറകിലാണ്. പുരുഷന്മാർ സ്ത്രീകളെക്കാട്ടിൽ പിന്നോട്ടാണ്. എന്തുകൊണ്ടാണ്? അവരെടുക്കുന്ന സ്ട്രെസ് വളരെ കൂടുതലാണ്. അവര് കുടുംബം സംരക്ഷിക്കുന്നു, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുന്നു, അവരെടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. പക്ഷെ ആ റെസ്പോൺസിബിലിറ്റീസ് ഞങ്ങൾ എടുത്തോളാം, 5 വർഷം മുന്നേ ഞങ്ങൾ ഭരിച്ചോളാം, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ മേലെ നിൽക്കണം എന്ന് പറയുന്ന പുരുഷന്മാരുള്ള ലോകത്ത് അതൊക്കെ തന്നെ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായ ഒരു ആളുകളുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യം. Hold on a second. What's she talking about? ആരെ പറ്റി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പറയുന്ന ഒരു പെണ്ണ് ഈ ലോകത്ത് കാണത്തില്ല. ഇങ്ങനെ പറയുന്ന കണ്ടിന്യൂ. മാഡം ഒരു അഭിഭാഷകയാണല്ലോ. അല്ല, ഏറ്റവും നമ്മൾ പ്രധാനമായും പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രീആമ്പിൾ ഉണ്ട് അല്ലേ? പ്രീആമ്പിളിൽ മാഡം നേരത്തെ പറഞ്ഞ ഡിഗ്നിറ്റി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 21 പേഴ്സണൽ ലിബർട്ടി വിത്ത് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇവിടെ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. സിറ്റിസൺ ഓഫ് ഇന്ത്യ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡിഗ്നിറ്റി. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു റിയലിറ്റിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അതുപോലെ തന്നെ ഫെമിനിസം ആക്ടിവിസം സ്റ്റാർട്ട് ചെയ്ത എപ്പോഴാണ്? 19ാം നൂറ്റാണ്ടിൽ. അന്നത്തെ അവസ്ഥ എന്താണ്? സതി പോലെയുള്ള ദുരാചാരങ്ങൾ വരുന്നു, ശൈശവ വിവാഹം പോലെയുള്ള ദുരാചാരങ്ങൾ വരുന്നു. അതിനെ എതിർക്കാൻ വേണ്ടിയാണ് ഇവിടെ ഫെമിനിസം പോലെയുള്ള ഒരു ഐഡിയോളജി നിലവിൽ വന്നത്. അത് കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോ എന്താ? Everybody got right. അത് ബുക്കിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണ്ടേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കാനുള്ള റൈറ്റ് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഉണ്ടോ? എല്ലാ ഇവിടെ ഈ പറഞ്ഞ നിയമങ്ങള് എല്ലാവർക്കും നിയമമുണ്ട്. ആണിനായാലും പെണ്ണിനായാലും പല സാഹചര്യത്തിലും നിയമങ്ങൾ ഈ പറഞ്ഞ സിസ്റ്റത്തിന്റെ ഫെയിലിയർ കാരണം നിയമങ്ങൾ കിട്ടാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, അത് ആണുങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ നിയമവശാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ അത്ര നിയമപരിരക്ഷ ഇവിടെ ആണുങ്ങൾക്കില്ല. അപ്പം സ്ത്രീകൾക്ക് നിയമത്തിൽ ഇവിടെ പ്രാവർത്തികമാവുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണുങ്ങളിലും അത് പൗരന്മാർക്ക് എല്ലാവർക്കും ആ പ്രശ്നം വരുന്നുണ്ട്. അല്ല, സ്ത്രീകൾക്ക് മാത്രമല്ല അത് കിട്ടാത്തത്. ഞാൻ കാര്യം പറയട്ടെ, ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല. ഐ ഡോണ്ട് റിയലി ലൈക്ക് ഫെമിനിസ്റ്റ്.
അതിന് എന്നെ തെറി പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം എൻ്റെ അറിവിൽ ഫെമിനിസം എന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാവരും കള്ളന്മാരല്ല കള്ളിമാരാണ്. കാരണം അവർ ഒരു വായിലും ഒന്ന് പറയും, പക്ഷേ പ്രവർത്തിക്കുന്നത് വേറെ രീതിയിലാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ പെണ്ണ് ആണ്, രണ്ടുപേരും ഈക്വലി മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പെണ്ണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ പെണ്ണുങ്ങൾക്കേ ചെയ്യാൻ പറ്റൂ, ചില കാര്യങ്ങൾ ആണുങ്ങൾക്കേ ചെയ്യാൻ പറ്റൂ. ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ് യു നോ വാട്ട് ഐ മീൻ. സോ നമുക്ക് ആണും പെണ്ണും വേണം. ആണ് മാത്രം മതിയായിരുന്നെങ്കിൽ ആണുങ്ങളെ മാത്രം ദൈവം ഉണ്ടാക്കിയേനെ, പെണ്ണ് മാത്രം മതിയായിരുന്നെങ്കിൽ പെണ്ണുങ്ങളെ മാത്രം ദൈവം ഉണ്ടാക്കിയേനെ. രണ്ടുപേരും വേണം. ആൻഡ് രണ്ടുപേരും ഈക്വലി സപ്പോർട്ട് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് ഒരുമിച്ച് ടീമായിട്ട് മുന്നോട്ട് പോകണം. ദാറ്റ്സ് സിമ്പിൾ ആസ് ദാറ്റ്. ആണും മുന്നിലല്ല പെണ്ണും മുന്നിലല്ല. ദാറ്റ്സ് വെയർ ഐ കം ഫ്രം. ഐ ഡിപ്പെൻഡ് ഓൺ മൈ പാർട്ട്ണർ എല്ലാ കാര്യത്തിനും. ഐ നീഡ് ഹിം ഓൾ ദ ടൈം. പക്ഷെ അവനില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ അവൻ ഓരോരുത്തർ കാലം ഐ നീഡ് ഹിം ഓൾ ദ ടൈം. ആൻഡ് ദാറ്റ്സ് ജസ്റ്റ് എ മ്യൂച്വൽ തിങ്. അത് ആരുടെയും സബ്മിസീവോ അങ്ങനെയൊന്നും ആവുന്നതല്ല. ജസ്റ്റ് നീഡ് ദാറ്റ് പേഴ്സൺ. ആർട്ടിക്കിൾ 15 ക്ലോസ് 3 മാത്രമല്ല, ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. എന്താ അറിയോ, എല്ലാ ഈ നാട്ടിലെ സിറ്റിസൺ എല്ലാവരും ഡിഗ്നിറ്റി ഓഫ് ദ വുമണിനെ കീപ്പ് ചെയ്യണം. അതൊരു ആർട്ടിക്കിൾ നിങ്ങൾ അത് പഠിച്ചിട്ട് ആദ്യം. ഈ പുള്ളിക്കാരൻ നല്ലപോലെ പഠിച്ചിട്ടാണ് എല്ലാവരുടെയും ശബ്ദം തുല്യ നിലയിൽ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നു. ആർട്ടിക്കിൾ 14 തന്നെ പറയുന്നത് ഈക്വാലിറ്റി ഫോർ ഓൾ അതേഴ്സ്. നിങ്ങൾ പറഞ്ഞിട്ട് അത് അല്ല ഞാൻ പറയുന്നത്. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ലോകത്ത് വോട്ടവകാശം മുതൽ സ്ത്രീകൾ പൊരുതി തന്നെയാണ് നേടിയത്. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിപ്പോ 15 മിനിറ്റ് ബഹളം തന്നെയാണോ? ഫെമിനിസം എന്ന് പറഞ്ഞ ടേം ഉണ്ടാക്കിയത് ചാൾസ് ഫോരിയർ എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഉട്ടോപ്യൻ ഒരു തിയറിസ്റ്റ് ആയിരുന്നു. ആ പുള്ളി അത് എഴുതിയത് തന്നെ ഒരു എന്താ പറയാ വേശ്യാലയത്തിനെ ഡിഫൈൻ ചെയ്തിട്ടാണ് ആ ഒരു വാക്ക് തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. പോയിന്റ് ചെയ്തിട്ട് ഫെമിനിസമേ എന്ന് പറയുന്ന വാക്ക് മാറ്റി പറയാൻ പറ്റും. എനിക്കിങ്ങനെ അറിയുള്ളൂ. നിങ്ങൾ പറഞ്ഞു വോട്ടവകാശം സ്ത്രീകൾക്ക് നേടിത്തന്നത് ഫെമിനിസം ആണെന്ന്. എമിലിയ ബാങ്കറസ്റ്റ് പോലും തുടങ്ങി വെച്ച ഫസ്റ്റ് വേവ് ഫെമിനിസം വോട്ടവകാശത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല തുടങ്ങിയത്. ആ സമയത്ത് ടാക്സ് കൊടുക്കുന്ന എസ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വോട്ടവകാശം ഉണ്ടായിരുന്നു. അന്ന് ബ്ലാക്ക് സൈഡിലുള്ള ആൾക്കാർക്ക് വോട്ടവകാശം കിട്ടി തുടങ്ങി എന്ന് കണ്ടപ്പോഴാണ് ടാക്സ് അടക്കാത്ത വൈറ്റ് വുമൺ വൈ ആർ വി ബ്ലാക്ക് മെൻ ഓർ ബ്ലാക്ക് വുമൺ മോർ പ്രിവിലേജ് ആൻഡ് അസൽ പറഞ്ഞ് തുടങ്ങി വെച്ച സാധനമാണ് ഫെമിനിസം. ബ്ലാക്ക് ഫീമെയിൽസിന് വോട്ടവകാശം ഇല്ലായിരുന്നു. ഒരു കൂട്ടം വെളുത്ത സ്ത്രീകൾ നടത്തിയ ഒരു മൂവ്മെന്റ് മാത്രമായിരുന്നു ആ സമയത്ത്. ബ്ലാക്ക് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ല. അവർക്ക് കിട്ടുന്ന 1965 19th അമെന്റ്മെന്റിലാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നടക്കുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞാൽ അവര് ഒരു കൂട്ടം വെള്ള സ്ത്രീകൾ അവർക്ക് വേണ്ടി മാത്രം നടത്തിയൊരു പരിപാടിയായിരുന്നു പറയുന്നത്. അവിടെ എല്ലാവരും വോട്ടവകാശം കിട്ടിയിട്ടില്ല. പറഞ്ഞു ഫെമിനിസം അതിന്റെ ഫസ്റ്റ് വേവ് തന്നെ തങ്ങി കെട്ടിക്കിടക്കുന്നത്. ഇപ്പൊ ആക്ച്വലി ഒരു ഫോർത്ത് വേവ് ആണ് അതിനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോർത്ത് വേവ് എത്തുമ്പോഴേക്ക് ഈ ജൂഡിത്ത് ബട്ട്ലറിനെ പോലെ ഒന്ന് കേൾക്കും മാഡം പ്ലീസ്. ഐ ലിസൺ ടു യു റൈറ്റ്. Please ഷോ men some respect, the same respect that you owe, right? So
all I'm saying is ഫെമിനിസം അതിന്റെ ഫസ്റ്റ് ലെവലിൽ വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോ അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ ഒരു എന്താ പറയുക, ഈ വീട്ടിനകത്ത് വീടൊരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് എന്ന രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് വലിയൊരു വേവ് നടന്നു. ഇപ്പം മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നാലാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ബയോളജിക്കൽ സാധനം എന്ന് പറഞ്ഞ ഈ ജെൻഡർ എന്ന് പറഞ്ഞത് ഒരു തെറ്റായ കോൺസെപ്റ്റ് ആണ്. ഈ ജെൻഡർ എന്ന് പറഞ്ഞത് ഒരു സോഷ്യൽ കോൺസ്ട്രക്ട് ആണ് എന്ന ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ബയോളജിയെ പൂർണ്ണമായും ഡിനൈ ചെയ്തുകൊണ്ടാണ് ഇവർ ഫെമിനിസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. 100% ഞാൻ യോജിക്കുന്നു. കാലഘട്ടത്തില് ശരിക്കും ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയൊന്നും അല്ല ഈ ഫെമിനിസ്റ്റുകൾ എന്നുള്ള സംവിധാനം. കാരണം വെച്ചാല് ഇന്ന് ഈ നമ്മുടെ ഈ ലൈവായിട്ടുള്ള ഈ കാലഘട്ടത്തില് ഒരു ജെൻഡർ ഈക്വാലിറ്റി നിലവിൽ നിൽക്കുന്നത് തന്നെയാണ്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം വളരെ ഫോർവേഡ് ആണ്. ഇവർ ഈ മുൻപേ പറഞ്ഞിരിക്കും പോലത്തെ ആ സംവിധാനങ്ങളൊന്നും നിലനിൽപ്പില്ല. ഇപ്പൊ ഇവരെ പോലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കലാലയം മുതൽ കോളേജ് തലം വരെയുള്ള യൂത്ത് പോലുള്ള ആൾക്കാർ ഈ വഴിതെറ്റി പോകേണ്ട പ്രധാന കാരണം ഇവരെ പോലുള്ള ആൾക്കാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ ചർച്ചയ്ക്ക് ഇടുന്നതുകൊണ്ടാണ്. അതെനിക്ക് മനസ്സിലായ. ഈ കുട്ടികളെ ഇവരെ പോലുള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഈ സ്കൂളുകളിലേക്ക് ഇടവഴികളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കൊച്ചു കുട്ടികൾ 10ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികളിൽ കാണിക്കുന്ന ലൈംഗിക വൈകൃതങ്ങൾ ഇവർ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന്റെ ജനശ്രദ്ധ പിടിച്ചു വരുന്നതിന് വേണ്ടി കുറെ കോപ്രായമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഇവര്. അല്ലാതെ വേറെ ഒന്നുമല്ല. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ KK രമ ഇതുപോലെ സുഷമാസയുടെ ഇങ്ങനെ ഒരുപാട് ഫെമിനിസ്റ്റുകൾ. അവരാണ് ശരിക്കും ശബരിമല കയറാനാ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നടക്കുകയും എങ്ങനെ ജനശ്രദ്ധ പിടിച്ചു പറ്റാം എന്നുള്ളത് മാത്രമാണ്. റാഡിക്കൽ ഫെമിനിസ്റ്റ് അല്ല, ഇന്റർസെക്ഷൻ ഫെമിനിസ്റ്റിന് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇരിക്കുന്നത്. പാർട്ടി ഉണ്ടായിരുന്നു, PFI എന്ന് പറഞ്ഞൊരു പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു പണ്ട്. അവര് ടെററിസ്റ്റ് ആണെന്ന് മുദ്ര കുത്തി. അപ്പൊ അവർക്ക് ടെററിസ്റ്റ് എന്ന് പറഞ്ഞപ്പോ അവര് വേഗം എല്ലാവരും എഴുതി രാജിവെച്ചിട്ട് വേറെ ഒരു പാർട്ടിയുടെ അണ്ടറിൽ പോയി. സെയിം പീപ്പിൾ ഡൂയിങ് ദ സെയിം ജോബ്. പക്ഷെ അവിടുത്തെ ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല, അതിൽ നിന്ന് കിട്ടുന്ന ശിക്ഷകൾ ഞങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ സെയിം പീപ്പിൾ സെയിം പുതിയൊരു ടേമിലോട്ട് മാറും. അതേ ഞാൻ ഇന്റർസെക്ഷൻ പുലിയാണ് കേട്ടാ. പുലിയെന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, അപ്പോ ഞാൻ ഇടപെട്ട ഒരൊറ്റ പോയിന്റ് എന്ന് പറയാം. കഴിഞ്ഞ കാലങ്ങളിൽ 2023 റിപ്പോർട്ട് 2025 മാനസികാരോഗ്യ രംഗത്ത് വന്നപ്പോ ഏകദേശം 72% ഓഫ് മെൻ ആണ് സൂയിസൈഡ് ചെയ്തത്. കാരണം സാമ്പത്തിക ബാധ്യത, ഫാമിലിയിലുള്ള പ്രഷർ, അതുപോലെ അല്ല ഒരു മുമ്പ് ഒരു 5 വർഷം മുമ്പ് ഇതേപോലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഞങ്ങൾക്കെതിരെ അമ്മമാർക്കെതിരെ വ്യാജമായിട്ട് ലൈംഗിക ആരോപണം ഉന്നയിച്ചാലോ എന്ന് പറഞ്ഞ് ഇതേ ഫെമിനിസ്റ്റുകൾ ഗൂഢാലോചന ചെയ്തതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് കിട്ടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇന്റർസെക്ഷണൽ ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ഇതേ ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞു വന്ന സ്ത്രീകളാണ് ആ ഗൂഢാലോചന നടത്തിയത്. അവരെന്താ പറഞ്ഞെന്നറിയോ, നമുക്കൊരു പയ്യന്മാരുണ്ട്, ഇവന്മാർക്കെതിരെ ഇവന്മാരൊക്കെ നമ്മളെ ലൈംഗികമായിട്ട് അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മീറ്റു ഉണ്ടാക്കാം. അങ്ങനെ മീറ്റു ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് മീ ഫിനിഷ് റിക്വസ്റ്റിംഗ് യു ലെറ്റ് മീ ഫിനിഷ്. അവര് ഇതേ ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് ക്ലാസ് എടുത്തോണ്ടിരുന്ന മനുഷ്യത്തെയാ പുള്ളിക്കാരത്തി പറഞ്ഞതാ. നമുക്ക് ഇവന്മാർക്കെതിരെ ഇതാക്കാം. ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ബ്രൗണി പോയിന്റ്സ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ബ്രൗണി പോയിന്റ്സ് പ്രതീക്ഷിച്ച് കുറച്ച് ആമ്പിള്ളേര് ഇവന്മാരെ എടുത്ത് പഞ്ഞി കിട്ടുള്ളൂ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ, ഇതെന്തൊരു നമ്പറാ? ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം ആരാണോ വേദനിക്കുന്നത് അവരുടെ കണ്ണീരൊപ്പാൻ പറ്റുന്ന രീതിയിൽ ഇവര് ഭയങ്കര സൗണ്ട് കേട്ടോ. ഞാൻ കരുതി പറഞ്ഞു വെച്ചൊരു പോയിന്റിലേ സാമൂഹികമായിട്ട് സ്ത്രീകള് പുരുഷൻ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട് ആണല്ലോ. സ്വാഭാവികമായിട്ട് സാമൂഹികമായിട്ട് തന്നെ സമ്പത്ത്, അധികാരം, പണം, ശക്തി എന്നുള്ള കാര്യങ്ങളും ഉണ്ട്. സ്വാഭാവികമായിട്ട് ശക്തിയിൽ പുരുഷൻ മുന്നിൽ തന്നെയാണ്. അധികാരത്തിൽ സ്ത്രീകൾക്ക് മുന്നിൽ വരാം, അല്ലെങ്കിൽ പണം ഉപയോഗിച്ച് സ്ത്രീകൾക്ക് മുന്നിൽ, അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഒന്നുകിൽ അധികാരം അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ പണം ഇതുള്ള സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. സൗമ്യതയെ നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കുക വേണ്ടത്. ഇതുപോലെ തന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ പല സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുമുണ്ട്. കാലങ്ങൾക്ക് മുമ്പ് വേട്ടയാടലും പാറപൊട്ടിക്കലുള്ള കാലത്ത് സ്ത്രീകൾ കുക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇതിന് ഓടാനും പിന്നാലെ നടക്കാനുള്ള ശാക്തീകരണ പ്രക്രിയയിൽ ശക്തി ക്രമാനുഗതമായിട്ട് പുരുഷനാണ് ഉണ്ടായിരുന്നത്. ആ കൺസെപ്റ്റിനെ പോലും അടുക്കളയിൽ തളച്ചിട്ടു പുകച്ചിട്ടു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് ഞാൻ എന്തില്ല, അനുകൂലതയില്ല. ഇനി രണ്ടാമത്, സാമൂഹികമായിട്ട് ഈ തൊഴിലിടങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് കടന്നു വരാവുന്ന പ്രക്രിയ വന്നു. സ്ത്രീകൾ എന്ത് വന്നു, മുന്നോട്ട് വന്നു. അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, പണ്ടത്തെ പുകച്ചിലാണ്.
നിലവിൽ നടക്കുന്ന ഓരോരോ കേസിലും പുരുഷൻ കാലങ്ങളായിട്ട് സമ്പാദിച്ചതൊക്കെ എടുത്തൊരു വീട് നിർമ്മിക്കും. കേരളത്തിന്റെ ചെറിയൊരു സ്ഥിതി, ഞാനൊരു മലബാർ ഏരിയയിൽ നിന്നാണ്. അപ്പൊ കാലങ്ങളായിട്ട് അവൻ സമ്പാദിച്ച മൊത്തം എടുത്തൊരു വീട് നിർമ്മിക്കും. ഒരു 10 പവൻ പെണ്ണിന്റെ എടുത്തിട്ടുണ്ടാവും. അതാണ് പിന്നീട് കോടതിയിൽ കേസായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എവിടെയാണ് സ്ത്രീകളുടെ സ്വത്ത് അവകാശം, എന്റെ സ്വർണം എടുത്തു എന്ന് പറയുമ്പോൾ ഇതിൽ പുരുഷന് എതിർ കൊടുക്കാനുള്ള കൗണ്ടർ എവിടെയാണ്? നിയമത്തിലില്ല. ഇങ്ങനെ തന്നെ വേണം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഭരണത്തില് പഞ്ചായത്തില് ഇപ്പൊ 50% കൂടുതൽ സ്ത്രീകൾ വോട്ടർമാരുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. എന്നിട്ടും 50% കൂടുതൽ. പക്ഷേ കേരള നിയമസഭയിൽ എത്ര സ്ത്രീകളുണ്ട്? പാർലമെന്റിൽ എത്ര സ്ത്രീകളുണ്ട്? നിയമപരമായി ഒരു സ്ത്രീക്ക് ഇവിടെ ജനിക്കുന്നോട്ട് മരിക്കുന്നവരെ പ്രവേശിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പുറത്തിറങ്ങുന്നൊക്കെ ഇതൊക്കെ ആണിനും പെണ്ണിനും മാനസികമായ പല കാര്യങ്ങളും വ്യത്യസ്തപ്പെടുന്നതിനനുസരിച്ച് വരുന്ന കാര്യങ്ങളാണ്. ഇനി വേറെ കാര്യം, ഇപ്പൊ റിസർവേഷന്റെ കാര്യം പറഞ്ഞു. നമ്മളിവിടെ ഈക്വാലിറ്റി ഓഫ് ഔട്ട്കം എന്നുള്ള സാധനം നോക്കുന്നത് മണ്ടത്തരാണ്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റിയ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവസരം കൊടുക്കും. നിങ്ങളിപ്പോ ഒരു രാഷ്ട്രീയം, ഒരു സ്ത്രീ മത്സരിക്കുന്നു, നമ്മളെന്താ നോക്കട്ടെ എത്ര സ്ത്രീകൾ കേരളത്തിൽ മത്സരിച്ചു എന്നറിയോ? 154 മണ്ഡലത്തിൽ 200 ചില സ്ത്രീകളോ 300 ചില സ്ത്രീകൾ മത്സരിച്ചിട്ടുണ്ട്. തമിഴ്നാട് നോക്ക്, ഇവർ ജയിക്കോ ജയിക്കാത്ത എന്താ, അവർ കഴിവിനെ ജയിക്കും. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ജയിപ്പിച്ച് ഈ മറ്റേ ഔട്ട്കം ഈക്വൽ ആക്കുന്ന നല്ല കാര്യമില്ല. നമ്പറൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഓക്കെ. നമ്മളെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നറിയോ? നിങ്ങൾ പുരുഷന്മാരുടെ അവകാശത്തെ കുറിച്ച് പറയുന്നു, ഞങ്ങൾ മനുഷ്യരുടെ മുഴുവൻ അവകാശത്തെ കുറിച്ച് പറയുന്നു. അല്ല ബസ്സുകളില് നിങ്ങൾ പുരുഷന്മാരില് എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ട്? ഇതിന്റെ മാത്രം ആൻസർ ഞാൻ പറയട്ടെ, മാഡം പറഞ്ഞ ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാവൽ ചെയ്യുന്ന ഇടയില് പീഡനം നേരിട്ടുണ്ട്. ഞാൻ പീഡനം നേരിട്ടില്ല, പക്ഷെ പീഡനം നേരിട്ട ആളുകൾ ഉണ്ടാവും. ഇപ്പോൾ എന്താ സംഭവം? അങ്ങനെ നേരിട്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? എനിക്ക് അങ്ങനെ ഒരു പീഡനം നേരിടേണ്ടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യും. അല്ലാതെ വീഡിയോ പിടിച്ച് അല്ലാതെ ഏഴ് തരത്തിൽ വീഡിയോ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പീഡനം നേരിട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷൻ ഒരു സാധനം ഉണ്ട്, അവിടെ പോയിട്ട് കംപ്ലൈന്റ് എഴുതി കൊടുക്കണം. അല്ലാതെ ഇപ്പൊ ചെയ്യുന്നത് പോലെ 4 തരത്തിൽ വീഡിയോ എടുത്ത് 4 ആംഗിളിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ റീച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കില്ല ചെയ്യണം. കാരണം ഇവിടെ മെൻസ് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഘോരം വാദിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെ വിമൻസ് കമ്മീഷൻ വേണമെന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മെൻസ് കമ്മീഷൻ വരണം, അതിന് കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കുന്ന ഒരാൾ പോലും ഒരു ട്രാൻസ്ജെൻഡർ കമ്മീഷൻ വേണമെന്നോ നിങ്ങളുടെ റൈറ്റ്സിന്റെ കൂടെ ഫെമിനിസ്റ്റുകൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ട്രാൻസ്ജെൻഡർ കമ്മീഷൻ വേണം എന്ന് പറയുന്നില്ല. നന്നായി, കുറച്ചും കൂടെ കേട്ടായിരുന്നെങ്കിൽ എനിക്ക് തല പൊട്ടിപ്പോയാനെ. ഐ ഡോണ്ട് ലൈക്ക് ഫെമിനിസ്റ്റ് പീപ്പിൾ. കാരണം ഫെമിനിസ്റ്റ് എന്നും പറഞ്ഞ് നടക്കുന്ന ഒരാൾക്കാരും ആക്ച്വൽ ഫെമിനിസം വർക്ക് ചെയ്യാറില്ല, എംപവർമെൻറ്റ് ചെയ്യാറില്ല. നമ്മുടെ ആളുകൾ ഇപ്പം നടക്കുന്നത് വെച്ചിട്ട് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പം നോക്കിയിട്ട് പെണ്ണുങ്ങളാണ് എല്ലാവരും കൊല്ലുന്നത്. ഗ്രീഷ്മയുണ്ട് മറ്റേ ഇത് കലക്കി കൊടുത്ത് കൊന്നത്, ജോളിയുണ്ട് ബിരിയാണി വെച്ച് കൊന്നത്. ഇപ്പോൾ ഈ അടുത്തൊരു ഹിന്ദിക്കാരെ പെണ്ണ് കാമുകന് വേണ്ടിയിട്ട് ഭർത്താവിനെ തള്ളിക്കൊത്തി കൊന്നില്ലേ, അത് എല്ലാം പെണ്ണുങ്ങളാണ് ഇപ്പം വയലൻ്റ്. പിന്നെ ഉണ്ട് മറ്റേ ഏതൊരു പെങ്കൊച്ചിനെ പാമ്പുകൊണ്ട് കടുപ്പിച്ച ഹസ്ബൻഡ്, എല്ലാം ഉണ്ട്. എല്ലാം രണ്ടും കണക്കാ, ആണും കണക്കാ പെണ്ണും കണക്കാ, ദുഷ്ടതയിലും നല്ലതിലും. സോ പെണ്ണുങ്ങളുടെ ഇപ്പോൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് പറയാതെ ടുഗദർ ആസ് എ ടീം എല്ലായിടത്തും ആണും പെണ്ണും ഈക്വലാണ്. യു നീഡ് ടു വർക്ക് ടുഗദർ and you need to work together as a team. അതാണ് എൻ്റെ മോട്ടോ. എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആണുങ്ങൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റുന്നു. I definitely can't. Does that make me weak? No. കാരണം God created women weaker than men. Physically women are weaker than men. Yes, പ്രസവത്തിൻ്റെ പെയിൻ ആണുങ്ങൾക്കില്ല, അതൊക്കെ ഓക്കെ. എത്ര വട്ടം പ്രസവിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ? 10 വട്ടമായിരിക്കും മാക്സിമം. 10 വട്ടമല്ലേ പെയിനുള്ളൂ. പിന്നെ പീരീഡ് പെയിൻ അത് 2-3 days. അതൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളാണ് സ്ട്രോങ്ങർ ദാൻ മെൻ എന്ന് പറഞ്ഞാൽ ഞാൻ എഗ്രി ചെയ്തില്ല. ഐ ടോട്ടലി ഡോണ്ട് എഗ്രി. ഇനി അതിന് തെറി പറഞ്ഞാലും കാര്യമില്ല. മെൻ ആർ സ്ട്രോങ്ങർ ദാൻ വിമൻ ഫിസിക്കലി. മെൻ്റലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ.
I think women are stronger. പക്ഷേ again it depends on individual mental strength. Physical strength, women are stronger. No, physical strength, men are stronger. Mental strength depends on individual. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. എനിവേ എൻ്റെ ചെവികൾ അടിച്ചു പോയി അത് ആ സ്ത്രീൻ്റെ ബഹളം കേട്ടിട്ട്. ഷീസ് ലൗഡർ ദാൻ മീ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ. ലവ് യു ഓൾ.